ശോധന പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? കുറേ വെള്ളം കുടിച്ചു നോക്കി, അതുപോലെ നാരുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചു നോക്കി, എന്നിട്ടൊന്നും നിങ്ങളുടെ ശോധന പ്രശ്നം മാറുന്നില്ലേ? എൻ്റെ ഒ പിയിൽ വരുന്ന പേഷ്യൻസിനോട് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ശോധനം ശരിയായിട്ടാണോ പോകുന്നത് എന്നുള്ളത്. അപ്പോഴായിരിക്കും അവർ പറയുക, ഇല്ല ഡോക്ടറെ, എനിക്കിങ്ങനെ പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ദിവസം ഇടവിട്ടിട്ടൊക്കെയാണ് പോകാറുള്ളൂ, ഒരു ദിവസം പോകാറില്ല, ഇനി ഇത് മലബന്ധമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സംശയം പലർക്കും ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഡോക്ടർ സ്നിഗ്ധ സജിത്ത്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഒരു ദിവസം നിങ്ങൾ മലം പോയില്ലെങ്കിൽ അതൊരിക്കലും മലബന്ധമല്ല. നമുക്ക് വരുന്ന പല അസുഖത്തിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറ് ക്ലീൻ അല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ വയറ് ക്ലീൻ ആയിട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാം. എന്താണ് ഈ മലബന്ധം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതിൽ മെഡിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യത്തിൻ്റെ താഴെ മാത്രം മലശോധന നടത്തുക. ഇതാണ് ഈ മലബന്ധം എന്ന് പറയുന്നത്. മലബന്ധം ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, മലം പോകുന്ന സമയത്ത് മലത്തിൻ്റെ കൺസിസ്റ്റൻസി, അതായത് മലം വളരെ കട്ടിയായിട്ട് മുറുകിയിട്ട് പോകുമ്പം ചെറിയ കഷ്ണങ്ങളായിട്ട്, അതുപോലെ ചെറിയ പിട്ട പോലെയൊക്കെ ആയിട്ടാണ് പോകുക. അതുപോലെ മലം പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കാണിക്കുന്നു. മലം പോകാൻ വേണ്ടി അമിതമായ സ്ട്രെയിൻ ചെയ്യുന്നു. മലം പോയി കഴിഞ്ഞാലും മലം പോകാത്ത പോലെ ഒരു തോന്നൽ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പിന്നെയും പോകണം എന്നുള്ളൊരു തോന്നൽ. അതുപോലെ എപ്പോഴും വയറ് വീർത്ത് കെട്ടി നിൽക്കുക, വയറിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉള്ള പോലെ തോന്നുക. അതുപോലെ തന്നെ വയറിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വേദന വന്നും പോയിക്കൊണ്ടിരിക്കുക, വിശപ്പില്ലായ്മ, മലം പോയതിന് ശേഷം മലദ്വാരത്തിന് ചുറ്റും എരിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുക എന്നീ ലക്ഷണങ്ങളാണ് ഈ മലബന്ധം ഉള്ളവരിൽ കാണാറുള്ളത്. ഇനി ഈ മലബന്ധം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മലബന്ധത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം. ശരീരത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. അത് നമ്മുടെ മലം പുറന്തള്ളാൻ സഹായിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ വെള്ളം തന്നെയാണ്. അപ്പം അത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബന്ധം ഉണ്ടാവാം. അതുപോലെ തന്നെ നാരുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബന്ധം ഉണ്ടാവാം. മൂന്നാമതായിട്ട്, എന്തെങ്കിലും നിങ്ങൾ വ്യായാമം തീരെയില്ല, നിങ്ങൾ തീരെ ഒരു എക്സസൈസും ചെയ്യുന്നില്ല എങ്കിലും ഈ മലബന്ധം ഉണ്ടാവാം. നാലാമതായിട്ട്, മലം പോകണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ പോകാതെ അത് പിടിച്ചു വെക്കുക, അത് പിന്നീട് പോകാമെന്ന നിലയിൽ മാറ്റി വെക്കുമ്പോൾ ഈ മലബന്ധം ഉണ്ടാവാം. ഇനി ഈ മലബന്ധം ഉള്ളവരിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ശരീരത്തിൽ കുറയുന്നതനുസരിച്ചിട്ട് ഈ മലശോധന പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിന് ഏറ്റവും ആവശ്യമായതും വെള്ളം തന്നെയാണ്. ശരാശരി ഒരു മനുഷ്യൻ 2.5 തൊട്ടിട്ട് 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 2 ഗ്ലാസ് ഇളം ചൂട് വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ദിവസം ഒന്ന് തുടങ്ങി നോക്കൂ. ഇത് നിങ്ങളുടെ മലശോധനത്തിൽ ഒരു മാറ്റം വരുന്നത് കാണാം. അതുപോലെ തന്നെ പടിപടിയായിട്ട് ഇടവേളകളിൽ നിങ്ങൾ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട്, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അധികവും ഈ പഴങ്ങൾ, അതേപോലെ തന്നെ പച്ചക്കറികൾ, ഇലക്കറികൾ, അതേപോലെ തവിടുള്ള അരി നിങ്ങൾ കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊരു ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ മലം പോകാൻ, ഇത് സ്മൂത്തായി പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ തവിടുള്ള അരി കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ബാർലി, ഓട്സ് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലത്തെ ഈ ബെറീസ്, അതുപോലെ തന്നെ ഈ വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. രാത്രി നിങ്ങൾ ഹെവി ഫുഡ് കഴിക്കാതെ
കുറച്ച് ലൈറ്റ് ഫുഡ് കഴിക്കുക. കൂടുതൽ സാലഡ്സ്, ഈ കക്കിരി, ക്യാരറ്റുകൾ പോലെയുള്ള വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, ഈ മൈദ ഐറ്റംസ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ഇത് നാര് അടങ്ങാത്തത് കൊണ്ട് തന്നെ നമുക്ക് മലബന്ധം ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. മലബന്ധം പ്രശ്നമുള്ളവരിൽ ഇത് കഴിയുന്നതും ഒഴിവാക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വ്യായാമം ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ തീരെ വ്യായാമം ചെയ്യുന്നില്ല, ഒരു മൂവ്മെൻറ്റും നിങ്ങളുടെ ബോഡിക്ക് നൽകുന്നില്ലെങ്കിൽ ഈ ദഹന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു നടത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത്, ഇപ്പം മിക്കവരും അധിക ആളുകളുടെ വീട്ടിലും യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നവരിൽ അപൂർവം ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഈ യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്റ്റൂൾ എടുക്കുക, അതിൻ്റെ മേലെ കാല് കയറ്റി വെച്ച് ഇരിക്കാൻ നോക്കുക. ഒരു സ്ക്വാഡ് പൊസിഷൻ ആയിരിക്കും അത്. അപ്പോൾ നിങ്ങളുടെ മലശോധന നടത്താൻ അത് ഒരു തടസ്സമില്ലാതെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മലം പോകാൻ തോന്നുന്ന സമയത്ത് പോകാതെ അത് പിടിച്ചു വെക്കുക. കുറച്ച് കഴിഞ്ഞ് പോകാലോ എന്ന് നീട്ടി വെക്കുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് മലം പോകണമെന്ന് തോന്നുന്നത് ആ സമയങ്ങളിൽ നിങ്ങൾ പോവുക. ഒരു കൃത്യം ഒരു ടൈം കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിങ്ങൾ നന്നായിട്ട് ഈ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര്, മോര് എന്നീ ഉൽപ്പന്നങ്ങൾ കൂടി ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയാസ് വളർന്നു വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കി എന്നിട്ടും നിങ്ങൾക്ക് ഈ മലബന്ധം പ്രശ്നം മാറുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമതായിട്ട്, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ ചൂട് പാലെടുക്കുക. അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് കുടിച്ചു നോക്കൂ. ഇത് നിങ്ങളുടെ ശോധനം ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഉണക്ക മുന്തിരിങ്ങ, അത് നന്നായിട്ട് കറുത്ത ഉണക്ക മുന്തിരിങ്ങ നന്നായിട്ട് കഴുകി അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ആ വെള്ളത്തോടു കൂടി തന്നെ അത് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ശോധന പ്രശ്നത്തിന് കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഇനി നിങ്ങൾ നന്നായി വെള്ളം കുടിച്ച് നോക്കി, അതുപോലെ നാരുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടും നിങ്ങളുടെ ആ മലശോധന പ്രശ്നം മാറുന്നില്ല എങ്കിൽ ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ മറ്റെന്തെങ്കിലും ആവാം, ചില അസുഖങ്ങൾ കൊണ്ടാവാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് ഈ തൈറോയിഡ് പ്രശ്നം ഉള്ളവരിൽ, ഈ തൈറോയ്ഡ് ഹോർമോൺ കുറവുള്ളവരിൽ ഈ മെറ്റബോളിസത്തിന് അത് എഫക്റ്റ് ചെയ്തിട്ട് ഈ ദഹന പ്രശ്നങ്ങൾ, നമ്മുടെ കുടലിൻ്റെ ചലനത്തെ ഇത് ബാധിച്ചേക്കാം. അങ്ങനെ ഈ മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രമേഹം ഉള്ളവരിൽ, അതേപോലെ ഈ IBS എന്ന കണ്ടീഷൻ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും, ഈ അസുഖങ്ങളൊക്കെ ഉള്ളവരിലും ഈ മലശോധന പ്രശ്നം, മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുള്ള മനസ്സിനുള്ള അസ്വസ്ഥതകൾ, നമുക്ക് ഭയങ്കരമായ സ്ട്രെസ്സിലാണ് നമ്മൾ കടന്നു പോകുന്നത്, അതേപോലെ ഭയങ്കര ആങ്സൈറ്റി, ടെൻഷൻ എന്നീ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ വയറിന് അത് ബാധിച്ചേക്കാം. ഇതിനാണ് നമ്മൾ ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുടലാണ് 2ാമത്തെ തലച്ചോറ് എന്ന് പറയാറുള്ളത്. നമ്മുടെ തലച്ചോറും നമ്മുടെ കുടലും തമ്മിലൊരു ബന്ധമുണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽസ് കൈമാറാറുണ്ട്. ഈ സിഗ്നൽസ് കൈമാറുന്നത് വാഗസ് നെർവ് എന്ന് പറഞ്ഞിട്ടുള്ള വാഗസ് നാഡികൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബ്രെയിനിലുള്ള കമ്മ്യൂണിക്കേഷനും ഗട്ട് കമ്മ്യൂണിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് അത് നമ്മുടെ കുടലിൻ്റെ ചലനത്തെ അത് ബാധിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ മലബന്ധം ഉണ്ടാവാം, മലം പോകുന്നതിലുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് തിരിച്ചും, നമ്മുടെ വയറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാവുക, അത് നമ്മുടെ തലച്ചോറിന് അത് ബാധിക്കാം. നമ്മൾക്കത് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സ് പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ്, അങ്ങനെയൊക്കെ കാണാം. ചിലവർ നമ്മുടെ OPയിൽ വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ ഇന്ന് എനിക്ക് തീരെ വയറ്റൊന്നും പോയിട്ടില്ല, എന്താ അറിയില്ല, അതുകൊണ്ട് എനിക്ക്
ഇന്നൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരുമാതിരി എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുകയാണ്. അപ്പം ഈ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി, നമ്മുടെ ഗട്ടിലാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ഹോർമോൺസ് ഉള്ളത്. അപ്പം ഗട്ട് എപ്പോഴും ഹാപ്പി ആണെങ്കിൽ നമ്മളും ഹാപ്പി ആയിരിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ടെൻഷൻ വരുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക, കുറക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ഉള്ളിലെ പേശികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഈ മലശോധന പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പം നിങ്ങൾ ഈ മലശോധനം തീരെ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ, അത് തീരെ കാര്യമായിട്ട് എടുക്കുന്നില്ല, ഒന്നോ രണ്ടോ ദിവസമല്ലേ പോട്ടെ കുഴപ്പമില്ല, 3 ദിവസം 4 ദിവസം ഒരാഴ്ചയിലൊക്കെ നിങ്ങൾ തീരെ മലം പോവാതെ ഇരിക്കുന്നുള്ളൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്തായാലും നിങ്ങൾ എടുക്കണം. ഈ മലശോധന പ്രശ്നം നിങ്ങൾ കാര്യമാക്കി എടുത്തില്ല എങ്കിൽ 2 കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതായത് ഒന്ന് ഫിഷർ, അതുപോലെ തന്നെ പൈൽസ് എന്നീ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഫിഷർ എന്ന് പറയുന്നത് നിങ്ങളുടെ മലം പോകുന്ന സമയത്ത് അമിതമായി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ മലദ്വാരത്തിലൂടെ മലം പോകുന്ന സമയത്ത് അവിടെ തൊലിപ്പുറം കീറി മുറിവ് സംഭവിക്കുന്നതാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. ഈ ഫിഷർ ഉണ്ടാവുന്ന സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെടും. അതുപോലെ തന്നെ പുകച്ചിലും ബ്ലീഡിങ്ങും ഉണ്ടാവാം. അപ്പം ഈ മലബന്ധം നിങ്ങൾ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിലേക്ക് മാറിയേക്കാം. അതുപോലെ തന്നെയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. പൈൽസും ഇതേപോലെ തന്നെ നിങ്ങൾ മലം പോകുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്, സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിലുള്ള രക്തക്കുഴൽ സമ്മർദ്ദം വരുന്ന സമയത്ത് അത് വീർത്ത് വരും. അങ്ങനെയാണ് ഈ പൈൽസ് രൂപപ്പെടുന്നത്. അത് നിങ്ങൾ കാര്യമാക്കി എടുത്തില്ലെങ്കിൽ ഈ പൈൽസും നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കാം. ആദ്യം നിങ്ങൾക്ക് വലിയ വേദനയോ കാരണമോ ഒന്നും ഉണ്ടാക്കില്ലെങ്കിൽ പിന്നീട് അത് പുറത്ത് എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി മാറും. അപ്പം ഈ ഫിഷർ, പൈൽസ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നേ തന്നെ നിങ്ങളുടെ ഈ മലശോധന പ്രശ്നം കാണുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് തിരക്കുക, ഒരു കൺസൾട്ടേഷൻ എടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്, ഈ മലശോധനമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ പരിശോധന ഉള്ളത് ഇവിടെ പാണ്ടിക്കാട്, മലപ്പുറം ജില്ലയിൽ, അതേപോലെ തന്നെ നടക്കാവ്, കോഴിക്കോടിലാണ്. ഇനി നിങ്ങൾക്ക് നേരിട്ട് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ഫോൺ കോൾ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്ന ചികിത്സാ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി അതുപോലെ തന്നെ ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ചികിത്സ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ സ്നിഗ്ധ സജിത്ത്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്.